ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എൻ്റെ ക്രിസ്മസ് സീരീസിൽ മൂന്നാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു ടേസ്റ്റി എഗ് റോസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. എഗ് റോസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: 4 മീഡിയം സൈസ്ഡ് സവാള തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്തത്, 2 മീഡിയം സൈസ്ഡ് തക്കാളി ചെറിയ പീസസായി കട്ട് ചെയ്തത്, ഞാനിവിടെ 6 ബോയിൽഡ് എഗ്സ് ആണ് എടുത്തിരിക്കുന്നത്, 4 ചെറിയ പച്ചമുളക്, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, കുറച്ച് കറിവേപ്പില. അപ്പോൾ നമുക്കിനി കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം ഒരു പാൻ എടുക്കുക. പാൻ ചൂടാവുമ്പോൾ അതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാവുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി തുടങ്ങി. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പെരിഞ്ജീരകത്തിൻ്റെ പച്ചച്ചുവ മാറുമ്പോൾ നമുക്ക് വാഷ് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി നമ്മൾ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളിയാണെങ്കിൽ 5-6 ഓണിയൻ നിങ്ങൾക്ക് എടുക്കാം. റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഉള്ളി യൂഷ്വലി കൂടുതലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഉള്ളിയൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് ഉള്ളി നമുക്ക് നന്നായി സോട്ട് ചെയ്തെടുക്കാം. നമുക്ക് കുറച്ച് ടൈം എടുത്ത് ഒരു 10 to 15 മിനിറ്റ്സ് ലോ ഫ്ലെയിമിലിട്ട് സോട്ട് ചെയ്ത് എടുക്കാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഉള്ളി നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ചെറിയ പച്ചമുളകായതുകൊണ്ട് ഒരു 4 എണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് 2 എണ്ണം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഒരു 2 മിനിറ്റും കൂടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉള്ളി സോഫ്റ്റായി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ ഒരു 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിരിക്കുന്നത്, ചെറിയ പീസസായി കട്ട് ചെയ്തെടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്യൂരി ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ലിഡ് ക്ലോസ് ചെയ്ത് തക്കാളി സോഫ്റ്റ് ആവുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ തക്കാളിയൊക്കെ നന്നായി വെന്തുടഞ്ഞു. ഇനി ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിതൊരു സെമി ഗ്രേവി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ചു. ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഗ്രേവി തിളക്കുമ്പോൾ അതിൽ ബോയിൽ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ മുട്ടയൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടയും ഗ്രേവിയും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ മുട്ടയും ഗ്രേവിയും ഒക്കെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ലോവിലേക്ക് മാറ്റി ലിഡ് ക്ലോസ് ചെയ്ത് ഒരു 5 മിനിറ്റ്സും കൂടെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മളെ മുട്ട റോസ്റ്റ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലിഡ് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ കറി പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് അപ്പം ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷൻ ആയിരിക്കും. ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഗാർണിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും മുട്ട റോസ്റ്റിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ മൈ വീഡിയോസ് ആൻഡ് ഡു നോട്ട് ഫൊർഗെറ്റ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഞാൻ എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന സിമ്പിൾ റെസിപ്പീസാണ് വീഡിയോ എടുത്ത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. ഫോർ മോർ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ്, സ്റ്റേ ട്യൂൺഡ്.